അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹാദരണീയരായ സഹോദരിമാരെ, വിദ്യാർത്ഥിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കണം എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ സന്തോഷമുള്ള MGMൻ്റെയും സ്റ്റുഡൻസ് വിങ്ങിൻ്റെയും ജില്ലാ സമ്മേളനത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ സ്വാലിഹായ ഒരു കർമ്മമായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നിലവിൽ 2 ക്ലാസ്സുകളാണ് കഴിഞ്ഞത്. ഒന്ന് ബഹുമാന്യ സഹോദരൻ അംജദ് സലഫിയുടേതും, രണ്ടാമത്തേത് ജ്യേഷ്ഠൻ ജൗഹർ അഴീക്കോട് മൗലവിയുടേതുമാണ്. രണ്ടും വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സംസാരിച്ചത് എന്നതുകൊണ്ട് ഇൻഷാ അല്ലാഹ് പൊതുവായി സഹോദരിമാരുടെ മനസ്സിലുണ്ടാകേണ്ട, മാതാപിതാക്കളും മക്കളും സഹോദരിമാരും എല്ലാവരും അറിയേണ്ട 1-2 കാര്യങ്ങളാണ് സമയബന്ധിതമായി സൂചിപ്പിക്കാൻ വേണ്ടി ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. MGMൻ്റെ ഒരു സമ്മേളനമായതുകൊണ്ട് പരിശുദ്ധ ഖുർആനിൽ നമ്മൾ ഓതി പരിചയിച്ച 2 ആയത്തുകൾ, അതിൻ്റെ ആശയമാണ് ആമുഖമായി പറയണമെന്ന് തോന്നുന്നത്. അതിങ്ങനെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു തഹ്രീം 66-ാം അധ്യായം സൂറത്തു തഹ്രീമിലെ 11-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തുള്ള എല്ലാവർക്കുമായി സഹോദരിയെ പരിചയപ്പെടുത്തി തരികയാണ്. വദറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ. ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും മാതൃകയായി, അഥവാ ഇന്ന് ജീവിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യർക്കും ലോകാവസാനം വരെയുള്ള കോടാനുകോടി മനുഷ്യർക്കും അള്ളാഹു മാതൃകയായി ജീവിതം പിൻപറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സഹോദരിയെ അള്ളാഹു പരിചയപ്പെടുത്തുകയാണ്. അതാരാണ്? ഇംറഅത ഫിർഔൻ. ഫിർഔനിൻ്റെ കൊട്ടാരത്തിൽ ഭാര്യയായി ജീവിച്ച ആസിയയാണ് റളിയല്ലാഹു അൻഹ. സഹോദരങ്ങളെ, അതേ ഖുർആനിൽ തൊട്ടടുത്ത ആയത്തുകളിലായി തൊട്ടു മുന്നത്തെ ആയത്തിൽ അല്ലാഹ് പറയാണ്, ലറബല്ലാഹു മസലൻ. അള്ളാഹു ഇതാ നിങ്ങൾക്ക് ഉദാഹരണമായി പറഞ്ഞു തന്നിരിക്കുന്നു. ലില്ലദീന കഫറു, ധിക്കാരത്തിന് മാതൃകയായി. ആദ്യത്തേത് അള്ളാഹുവിന് പ്രിയപ്പെട്ടതിന് മാതൃകയായി ആസിയ ബീവിയെ അള്ളാഹു മാതൃകയാക്കി പറഞ്ഞെന്നു. എന്നാൽ അള്ളാഹുവിനെ ധിക്കരിച്ചതിൻ്റെ മാതൃകയായി അള്ളാഹു പറയുന്നത് ഇംറഅത നൂഹിൻ വ ഇംറഅത ലൂത്ത്. ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമയുടെയും നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെയും ഭാര്യമാരെയാണ് അള്ളാഹു നമ്മൾക്ക് അള്ളാഹുവിൻ്റെ കോപത്തിന് വിധേയമായവരുടെ മാതൃകയായി പറഞ്ഞു തന്നത്. ഇവിടെ നമ്മൾ വിശ്വാസിനികൾ എന്നുള്ള നിലയിൽ നിങ്ങൾ ഓരോരുത്തരും, ഞാൻ എൻ്റെ കുടുംബത്തിലെ ഓരോ സഹോദരിമാരെയും മുന്നിൽ കണ്ടുകൊണ്ട് ഒരു ചെറിയൊരു ചോദ്യം: എന്താണ് ആസിയ റളിയല്ലാഹു അൻഹയുടെ പ്രത്യേകത? എന്തുകൊണ്ടാണ് ലൂത്ത് നബിയുടെയും നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെയും ഭാര്യമാർക്ക് അള്ളാഹുവിൻ്റെ കോപം കിട്ടാനുള്ള കാരണം? ഇതിൻ്റെ ഉത്തരമാകണം നമ്മുടെ സമ്മേളനം കഴിഞ്ഞു പോകുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ദൃഢമായ തീരുമാനം. ആസിയ റളിയല്ലാഹു അൻഹയുടെ പ്രത്യേകത ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത് ആ നാട്ടിലെ രാജാവിൻ്റെ ഭാര്യയാണ്. നമ്മളിങ്ങനെ കൈകൊണ്ട് എണ്ണാണ്, രാജാവിൻ്റെ ഭാര്യയാണ്. ലോകത്തെല്ലാ സുഖാഡംബരങ്ങളിലും ജീവിക്കുന്ന സഹോദരിയാണ്. ആഭരണങ്ങൾ, ഉടയാടകൾ, സമ്പത്ത്, സൗന്ദര്യം, നാട്ടുകാർ, കുടുംബക്കാർ എല്ലാവരും ആസിയ ബീവിയുടെ കൂടെയാണ്. പറഞ്ഞാൽ മതി ചെയ്തു കൊടുക്കാൻ ആൾക്കാരാണ്, ആശിച്ചാൽ മതി കൊണ്ടുവന്നു കൊടുക്കാൻ സംവിധാനങ്ങളാണ്. രാജാവിൻ്റെ ഭാര്യയാണ്, കാലിലേക്ക് വീഴാൻ ആളുകളാണ്. രാജ്ഞിയാണ്, കൊട്ടാര രാജ്ഞിയാണ്, ആളുകൾ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ആളാണ്. പക്ഷെ ആസിയ റളിയല്ലാഹു അൻഹയ്ക്ക് മനസ്സിലായി, ഞാൻ വിശ്വസിക്കുന്ന ആദർശവും ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന ജീവിതവും അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്തതാണ്, പടച്ചോൻ ഇഷ്ടമല്ലാത്തതാണ്.
നാട്ടിലെല്ലാവർക്കും ഇഷ്ടമുണ്ട്, പക്ഷെ പടച്ചോൻ ഇഷ്ടല്ല. ഈ ജീവിതം കൊണ്ട് എനിക്ക് സ്വർഗം കിട്ടൂല എന്ന് ആസിയ റളിയല്ലാഹു അൻഹയ്ക്ക് ബോധ്യമായപ്പോ ആസിയ റളിയല്ലാഹു അൻഹയുടെ മുന്നിൽ 2 ചോയ്സാണ്. ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് നമ്മുടെ മനസ്സിൽ ഏതെങ്കിലും ഒന്നെങ്കിലും ഉൾക്കൊള്ളാനാണ്. 2 ചോയ്സാണ്. കൊട്ടാരം, നാട്ടുകാർ, ആഭരണം, സുഖാഡംബരം, ദുനിയാവിന്റെ എല്ലാ മേച്ചിൽപ്പുറങ്ങളും, രാജ്ഞി എന്ന പട്ടം. ഇനി ഒരു പെണ്ണിന്, ഒരു സഹോദരിക്ക് ഈ ദുനിയാവിൽ കിട്ടാൻ ബാക്കിയൊന്നുമില്ല. എല്ലാ ആഡംബരങ്ങളും ഒരു ഭാഗത്ത്, മറ്റൊരു ഭാഗത്ത് മരണത്തിന് ശേഷം കിട്ടുന്ന സ്വർഗം. ഇതിലേത് വേണം? അതില് ആസിയ റളിയല്ലാഹു അൻഹ സ്വർഗം തെരഞ്ഞെടുത്തു. ഭർത്താവ് പലകയിൽ കിടത്തി, കിങ്കരന്മാരുടെ കയ്യിൽ ആയുധം കൊടുത്ത്, ശരീരത്തിൽ, സ്വന്തം ഭാര്യയുടെ ശരീരത്തിൽ കൊത്തിക്കീറാനുള്ള ജീവിതത്തിൽ അനുവാദം കൊടുക്കുകയും ചെയ്തു. ആ സമയത്താണ് കഠാരകൾ കയറുമ്പോ, രക്തം പുറത്തേക്ക് വരുമ്പോ, വേദന കൊണ്ട് പുളയുമ്പോഴാണ് ആസിയ റളിയല്ലാഹു അൻഹ പ്രാർത്ഥിക്കുന്നത്, റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്ജിനി മിൻ അമലി. അല്ലാഹുവേ, റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന, അല്ലാഹുവേ, ഞാൻ ഈ വേദനകൾ സഹിക്കാം, ഞാൻ ഈ കഷ്ടപ്പാടുകൾ സഹിക്കാം, പക്ഷെ എനിക്കതിന് പകരം സ്വർഗത്തിൽ ഒരു വീട് തരണം. വനജ്ജിനി മിൻ ഫിർഔന വഅമലി വനജ്ജിനി മിൻ ഖൗമിൽ ളാലിമീൻ. അല്ലാഹുവേ, എന്റെ ഭർത്താവ് രാജാവ് ഫിർഔനിന്റെയും കിങ്കരന്മാരിൽ നിന്നാഥ നീ എന്നെ ഒന്ന് കാത്തുരക്ഷിക്കുകയും ചെയ്യണമേ. മുഫസ്സിറുകൾ ചിലർ പറഞ്ഞത്, അല്ലാഹുവേ, നീ എന്നെ ഈ വേദന അധികം സഹിപ്പിക്കാതെ നീ എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണമേ എന്നാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം. സഹോദരങ്ങളെ, നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ ഈ 2 ചോയ്സുകൾ വരും. ഞാൻ ഉമ്മാരോട് പറയാണ്, പെൺകുട്ടികളോട് പറയാണ്, നമ്മുടെ മുന്നിൽ ദുനിയാവ് എല്ലാ സൗകര്യത്തിലും നിൽക്കും, മറ്റൊരു ഭാഗത്ത് സ്വർഗം കിട്ടും എന്ന അള്ളാഹുവിന്റെ പ്രഖ്യാപനവും ഉണ്ടാകും. അതിൽ സ്വർഗത്തിന് വേണ്ടി ദുനിയാവിലെ നഷ്ടങ്ങളെ സഹിച്ച ആസിയ റളിയല്ലാഹു അൻഹയെ അല്ല നമുക്ക് പറഞ്ഞു, നിങ്ങൾക്ക് മാതൃകയാണ്, നിങ്ങൾ അവരെയാണ് മാതൃകയായി സ്വീകരിക്കേണ്ടത്. എന്തുകൊണ്ടാണ് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെയും ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമയുടെയും ഭാര്യമാരെ അള്ളാഹു ലോകത്തെ ഏറ്റവും വെറുക്കപ്പെട്ടവരാക്കി മാറ്റിയത്? അവർ ഭർത്താവിന്റെ കൂടെ ടൂർ പോയില്ല എന്നുള്ളതുകൊണ്ടാണോ? അല്ല, അവർ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തില്ല എന്നുള്ളതാണോ? അവർ നാട്ടിലത്തെ പൊതുപ്രവർത്തനങ്ങളിൽ കൂടിയില്ല എന്നുള്ളതുകൊണ്ടാണോ? ആണ് സൗങ്ങളെ, അവർ ഗർഭിണികളായില്ല എന്നുള്ളതുകൊണ്ടാണോ? എന്തുകൊണ്ടാണ്? ഖുർആൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. കാനത്താ തഹത അബ്ദൈനി മിൻ ഇബാദിനാ സ്വാലിഹൈൻ. അവർക്ക് 2 പേർക്കും ഭർത്താക്കന്മാരായി ഞാൻ കൊടുത്തത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 അടിമകളാണ്. നൂഹ് നബിയെയും ലൂത്ത് നബിയെയും ഞാൻ ഭർത്താക്കന്മാരായി കൊടുത്തു. ഫഖാനത്താഹുമാ, ഇതാണ് പ്രശ്നം. ഫഖാനത്താഹുമാ, 2 ഭർത്താക്കന്മാരെയും വഞ്ചിച്ചു. സൗങ്ങൾ, എന്താണ് വഞ്ചന? വ്യഭിചാരാണോ? അവരുടെ സമ്പത്ത് മോഷ്ടിച്ചതാണോ? അല്ല. പിന്നെയോ, ദീനിയായി ജീവിക്കുന്ന ഭർത്താവിന്റെ കൂടെ ജീവിക്കാൻ അവർ തയ്യാറായില്ല. ബാക്കിയൊക്കെ ഉണ്ടായിരുന്നു, ഒന്നിച്ച് വീട്ടിലായിരുന്നു, ഡ്രസ്സ് ധരിച്ചിരുന്നു, യാത്ര പോയിരുന്നു. ദീനിയായി ജീവിക്കാൻ ഭർത്താവിന്റെ കൂടെ നിന്നില്ല. ഞാൻ എൻ്റെ സഹോദരിമാരോട് പറഞ്ഞു, സഹോദരിമാരെ, നമ്മൾക്ക് ഈ 2 മാതൃകയിൽ നമ്മൾ സ്വീകരിക്കേണ്ടത് ആസിയ ബിയുടെ മാതൃകയാണ്. അതിന് നമ്മൾ നമ്മുടെ മനസ്സിനെയും ഈമാനിനെയും സജ്ജമാക്കാനാണ് നമ്മുടെ MGM സമ്മേളനം. നമുക്കൊരു പുതിയ വിവരമൊന്നും ഇവിടുന്ന് കിട്ടണമെന്നില്ല, പക്ഷെ കിട്ടുന്ന വിവരമനുസരിച്ച് സ്വർഗത്തിന് വേണ്ടി ജീവിക്കുകയാണ് എൻ്റെ ലക്ഷ്യം. അതിന് ദുനിയാവിൽ പലതും എനിക്ക് സഹിക്കേണ്ടി വന്നാലും സാരല്ല. ഷാള് കുടുങ്ങി, ഏതെങ്കിലും ഒരു ഫാനിൽ ഷാള് കുടുങ്ങി എന്റെ കഴുത്തു മുറുകി അവസാനിക്കുന്ന ചെറിയൊരു ജീവിതം, കുടിക്കുന്ന വെള്ളം തരിമൂക്കിലേക്ക് കയറിയാൽ അവസാനിക്കുന്ന ചെറിയൊരു ജീവിതം, ബൈക്കിൽ പോകുന്നതിനിടയിൽ ഭർത്താവോ സ്വന്തം ഉപ്പയോ പെട്ടെന്നൊരു സഡൻ ബ്രേക്ക് പിടിച്ചാൽ പിന്നിലേക്ക് മറിഞ്ഞു വീണ് താഴേക്ക് അവിടെ നിന്ന് വരുന്നൊരു വാഹനം ശരീരത്തിലൂടെ കയറിയാൽ അവിടെ തീരുന്ന നമ്മുടെ ജീവിതം. സ്വന്തം ബാത്റൂമിൽ നടക്കുന്നതിനിടയിൽ കാൽ വഴുതി ടൈലിൽ തലയടിച്ച് രക്തം പുറത്തേക്ക് വന്ന് ആശുപത്രി എത്തുന്നതിന്റെ മുമ്പ് മരണപ്പെട്ടാൽ തീരുന്ന വളരെ ചൊരുങ്ങിയൊരു ജീവിതം. ആ ജീവിതത്തിൽ സ്വർഗത്തിനെതിരായ കാര്യങ്ങൾ വന്നാൽ ഞാൻ സ്വീകരിക്കാൻ തയ്യാറല്ല എന്ന് പ്രഖ്യാപിക്കുമ്പോഴാണ് നമ്മുടെ സമ്മേളനം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകുക. അതിന് 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം എന്താ? ഞാനിങ്ങനെ പറഞ്ഞു പോണത് മനസ്സിലുണ്ടാകാൻ. ഒന്നാമത്തെ കാര്യം, ആരാധനകൾ നമ്മുടെ ജീവിതത്തിൽ അങ്ങേയറ്റത്തെ
ആവേശമായി മാറണം. അള്ളാഹുവും പ്രവാചകനും സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദ് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി പരിഗണിക്കണം, സംരക്ഷിക്കണം എന്ന് പറഞ്ഞ കാര്യം നമ്മുടെ നിസ്കാരടക്കമുള്ള ആരാധനയാണ്. ഞാൻ ഉമ്മാരോട് പറയണം, ഉമ്മാരെ, ഉപ്പാരെ, സഹോദരിമാരെ, പെൺകുട്ടികളെ, പരലോകത്ത് അള്ളാഹു ആദ്യമായി ചോദിക്കുക തൗഹീദുള്ള ഒരാളോട് നിസ്കാരത്തെ പറ്റിയാണ് എന്നത് നമ്മൾ മദ്രസയിൽ നിന്ന് പഠിച്ചതാണ്. എന്നിട്ട് അതിനുശേഷം പ്രവാചകൻ പറഞ്ഞ വാക്കാണ് പ്രധാനം. അതെന്താണ്? 5 വക്ത് നിസ്കാരം ഒരു സഹോദരിയുടെ ജീവിതത്തിൽ ഇസ്ലാമികമായി ബുദ്ധി ഉണ്ടായി പൂർണ്ണമായി ശുദ്ധിയായി അങ്ങനെ ജീവിക്കുന്ന ഒരു സഹോദരിയുടെ ജീവിതത്തിൽ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ 5 വക്ത് നിസ്കാരത്തിൽ ഒരു വിട്ടുവീഴ്ചയും അവൾ വരുത്തിയിട്ടില്ലെങ്കിൽ വഖദ് ഫാസ വ അൻജഹ, ബാക്കിയുള്ള അമലുകളൊക്കെ അല്ലാഹു സ്വീകരിക്കും. എന്നാൽ അവളുടെ ജീവിതത്തിൽ ഇസ്ലാമികമായി പ്രായപൂർത്തിയായി ശുദ്ധിയായി, പക്ഷെ അവളുടെ നമസ്കാരത്തിന്റെ വിഷയത്തിൽ അവൾ പോരായ്മകൾ വരുത്തിയാൽ, അത് തൗബ ചെയ്ത് നന്നാക്കിയിട്ടില്ലെങ്കിൽ വഖദ് ഖാബ വ ഖസിറ, ബാക്കിയുള്ള അമലുകൾ പടച്ചോൻ സ്വീകരിക്കണം എന്ന് അള്ളാഹ്ക്ക് നിർബന്ധമല്ല. തകർന്നു എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, തകർന്നു പോയി. ഞാൻ അതെന്തിനാ പറയണ അറിയോ? ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന നമുക്ക് ആർക്കും ഒരു പുതിയ കാര്യമായിട്ട് ഇത് തോന്നുന്നുണ്ടാവില്ല. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മുടെ നാട്ടിൽ ഒരു ആശുപത്രി, മനസ്സിലാവാൻ വേണ്ടി പറയാം, ഒരു ആശുപത്രി, ആ ആശുപത്രി ICU വാർഡ്, ഒരുപാട് അഡ്മിറ്റ് കേന്ദ്രങ്ങളൊക്കെ ഉണ്ട്. അവിടെ ട്യൂബ് ഇട്ടിട്ടോ അല്ലാതെയോ 2, 3, 4 ദിവസം അഡ്മിറ്റായ സഹോദരിമാരോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൊണ്ടി, ആശുപത്രിയിൽ വെച്ചിട്ട് ആ കിടക്കുന്നതിനിടയിൽ, ഇരിക്കുന്നതിനിടയിൽ, അഡ്മിറ്റ് ആകുന്നതിനിടയിൽ ICUയിൽ കിടക്കുന്ന എത്ര ആളുകൾ, എത്ര മുസ്ലിം സഹോദരിമാർ നിസ്കരിക്കണോലുണ്ടാകും? ഞാൻ എന്റെ അനുഭവം വെച്ചിട്ട് പറയാൻ, 30% മുസ്ലിം സഹോദരിമാർ പോലും നിസ്കരിക്കൂല ആശുപത്രി. എന്റെ അനുഭവമാണ്, എന്റെ അനുഭവമാണ് ഞാൻ പറയണത്. ഞാൻ ചോദിച്ചത് കൊണ്ടാണ്. പ്രായമുള്ള ഒരു ഉമ്മ ആശുപത്രിയിൽ കിടക്കുമ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് സംസാരിക്കണക്ക്, ഉമ്മ നിങ്ങൾ സുബൈ നിസ്കരിച്ചോ? സുബൈന്റെ സമയമാണ്, സുബൈ നിസ്കരിച്ചോ? ഇല്ല മോനെ. ഇന്നലെ നിങ്ങൾ ഇശാ നിസ്കരിച്ചിനോ? ഇല്ല. എന്തേ നിസ്കരിക്കാഞ്ഞ്? അത് ഉമ്മ വളരെ നിഷ്കളങ്കമായിട്ടാണ് പറയുന്നത്. എന്റെ ശരീരത്തിൽ ആ യന്ത്ര സാമഗ്രികളല്ലേ, ഞാൻ ICUലല്ലേ, ഞാൻ പിന്നെ എങ്ങനെ നിസ്കരിക്കുക? ഉമ്മ നിങ്ങൾ എന്താ പിന്നെ നിസ്കരിച്ചത്? ഞാനൊരു 5-6 ദിവസം മുമ്പ് വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. അപ്പൊ വീട്ടിൽ നിസ്കരിച്ചു പോന്നാ, പിന്നെ നിസ്കരിച്ചിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, 10-65 വയസ്സായ നമ്മക്ക്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലത്തെ ഒരു സഹോദരിക്ക് 55, 45, 35 ഒക്കെ ആയിക്കോട്ടെ, അവനവന്റെ കുട്ടിയുടെ ഒരു അഡ്മിഷൻ ഫോം ഇംഗ്ലീഷിലായിട്ട് പൂർണ്ണമായിട്ടും പൂരിപ്പിക്കാൻ അറിയാഞ്ഞിട്ടും അറിയുന്ന ഒരാളെടുത്ത് പോയി പൂരിപ്പിച്ച് അവന് വേണ്ട സ്കോളർഷിപ്പ് വാങ്ങാൻ വേണ്ടി പഠിച്ച നമ്മൾ, നമ്മുടെ കുട്ടിക്ക് ഗവൺമെന്റിന്റെ പക്കൽ നിന്ന് കിട്ടാനുള്ള എന്തെങ്കിലും ആനുകൂല്യത്തിന് വേണ്ടി 4, 5, 10 പേജുള്ള പേപ്പറുകൾ ഇന്ന് വരെ എങ്ങനെയാണ് അറ്റസ്റ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ലാമിനേഷൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇത് പൂരിപ്പിക്കേണ്ടതെന്ന് അറിയാഞ്ഞിട്ടും അറിയുന്ന ഒരാളെടുത്ത് പോയി പഠിച്ച് നമ്മുടെ കുട്ടിക്ക് കിട്ടേണ്ട ഓരോ അവകാശങ്ങളും രേഖകൾ മുഖേന വാങ്ങിക്കൊടുത്ത് അത് വാങ്ങിച്ച നമ്മൾക്ക് 10, 45, 50, 60 കൊല്ലം ഈ ദുനിയാവിൽ ജീവിച്ചിട്ട് അള്ളാഹു തന്ന വായു ശ്വസിച്ച് അള്ളാഹു തന്നിട്ടുള്ള ഈ ജീവിതം വെച്ച് അള്ള തന്ന വെള്ളം കുടിച്ചിട്ട് അള്ളാഹുവിന്റെ മുന്നിൽ ആദ്യമായി ഉത്തരം പറയേണ്ട നിസ്കാരം ആശുപത്രിയിലാകുമ്പം, ട്രെയിനിലാകുമ്പം, ഫ്ലൈറ്റിലാകുമ്പം, കല്യാണത്തിലാകുമ്പം, കൂട്ടുകാരുടെ കൂടെ ആകുമ്പം എങ്ങനെയാണ് നിസ്കരിക്കേണ്ടതെന്ന് പഠിച്ചിട്ടില്ലെങ്കിൽ അതിനേക്കാളും വലിയ ധിക്കാരം എന്താ? ഒരു ആശുപത്രിയിൽ പോകുക വേണ്ട, നിങ്ങൾ ഫ്ലൈറ്റിലും ട്രെയിനിലും സഞ്ചരിക്കണം. മുസ്ലിം, ഞാൻ സഹോദരിമാരുടെ പറയാൻ, സഹോദരിമാരെ, ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സഹോദരിമാരിൽ, ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന സഹോദരിമാരിൽ എത്ര പേർ നിസ്കരിക്കുന്നുണ്ടാവും? നിങ്ങൾ നോക്കി നോക്കണം, എത്ര പേർ നിസ്കരിക്കുന്നുണ്ടാവും? വളരെ കുറവാണ്. ഞാൻ ആക്ഷേപിച്ചോണ്ടല്ല. നമ്മുടെ കുട്ടികളിൽ ഉമ്മ ളുഹ്റും അസറും ആയില്ലേ, നമ്മൾ ഡൽഹിക്ക് എത്തുമ്പോഴേക്കും, നമ്മൾ കോഴിക്കോട് എത്തുമ്പോഴേക്കും, നമ്മൾ ട്രിവാൻഡ്രത്ത് എത്തുമ്പോഴേക്കും ഉമ്മ നിസ്കരിക്കണ്ടേ എന്ന് ചോദിക്കണ എത്ര പെൺകുട്ടികൾ ഉണ്ടാവും, എത്ര ഉമ്മാരുണ്ടാവും? ഉമ്മാരെ എത്ര ആൾക്കാരുണ്ടാവും? തൊട്ടടുത്ത് ശുദ്ധമായ പ്രതലത്തിൽ ബിസ്മി അല്ലി 2 കൈകളും ഒന്ന് അമർത്തി വെക്കുകയോ ഒന്ന് അടിക്കുകയോ ചെയ്ത് മുഖം ഒരു തവണ തടവി, മുൻകൈ ഓരോ തവണ തടവി തയമ്മും ചെയ്ത് ഇരിക്കുന്നിടത്ത് വെച്ച് നിസ്കരിക്കുവാൻ എന്തുകൊണ്ടാണ് നമ്മൾക്കിടയിൽ ചർച്ചയില്ലാത്തത്? ആ യാത്ര ജീവിതത്തിൽ അവസാനത്തെ യാത്രയാണെങ്കിലോ അസർബൈജാനിൽ നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടതാണ്. യാത്രക്കിടയിൽ വിമാനം ലാൻഡ് ചെയ്യുന്നതിനിടയിൽ തകർന്നു വീഴുകയും യാത്രക്കാരും അതിലുള്ള വിമാനത്തിന്റെ പ്രവർത്തകരുമായ സേവനം ചെയ്യുന്ന ആളുകളടക്കം 30-ന്റെയും 40-ന്റെയും ഇടയിൽ ആളുകൾ ജീവിതത്തിൽ അവസാനമായത്തെ യാത്രയായത് മാറി നമ്മുടെ ഒരു ട്രെയിൻ യാത്ര.
നമ്മുടെ ഒരു ഫ്ലൈറ്റ് യാത്ര, നമ്മുടെ ഒരു ദീർഘമായ ടൂർ യാത്ര, നമ്മുടെ ജീവിതത്തിൽ അവസാനത്തെ യാത്രയാണെങ്കിലോ, കാരണം യാത്രക്ക് പുറപ്പെടും മുമ്പ് നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥന എന്താ അറിയോ? സുബ്ഹാനല്ലദീ സഖ്ഖറ ലനാ ഹാദാ. അതിന്റെ അവസാനം വ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. നാഥ, നിന്നെ കണ്ടുമുട്ടാനാണ് ഞാൻ വരുന്നത്. എന്റെ വണ്ടി തകർന്നേക്കാം, എന്റെ വിമാനം പൊട്ടിത്തെറിച്ചേക്കാം, എന്റെ ശരീരം എന്റെ കുടുംബത്തിന് കിട്ടാതിരുന്നേക്കാം, എന്റെ തലച്ചോറ് പ്ലാസ്റ്റിക്കിന്റെ സഞ്ചിയിലേക്ക് വാരിയെടുത്ത് കൊണ്ടുവന്നേക്കാം, എന്റെ പേരിൽ എന്റെ കൈയിന് വേണ്ടി മാത്രം മയ്യത്ത് നമസ്കാരം നടന്നേക്കാം. അത് ഉറപ്പിച്ചിട്ടാ നാഥ വണ്ടിയിൽ കയറുന്നത്. എന്നിട്ട് ആ വാഹനത്തിൽ പോലും നിസ്കാരത്തിന് സമയമായാൽ നിസ്കരിക്കണം എന്ന് നമ്മൾ ഇത്രയും കാലം ഖുതുബ കേട്ടിട്ടും നമ്മുടെ വീട്ടിൽ ചർച്ചയില്ലെങ്കിൽ അത് തിരിച്ചു പോക്കാൻ എവിടെ നിന്ന് എങ്ങോട്ടറിയോ? ആസിയ ബീവിയിൽ നിന്ന് റളിയല്ലാഹു അൻഹ, ലൂത്ത് നബിയുടെയും നൂഹ് നബിയുടെയും ധിക്കാരികളായ ഭാര്യമാരിലേക്കുള്ള തിരിച്ചുപോക്കാണ്. അതുണ്ടാകാൻ പാടില്ല. നമ്മുടെ കുടുംബത്തിലൊരു കല്യാണം നടക്കുകയാണ്. കല്യാണത്തിന് വേണ്ടി എന്തൊക്കെ ചർച്ചകളുണ്ടാവും? ഓഡിറ്റോറിയം ചർച്ച ചെയ്യും, ഭണ്ഡാരിയെ ചർച്ച ചെയ്യും, കാറ്ററിംഗ് ടീമിനെ ചർച്ച ചെയ്യും, പാർക്കിംഗ് സൗകര്യം, അതേപോലെ വരന് വരാൻ, വധുവിനിരിക്കാൻ, ഭക്ഷണത്തിന്റെ മെനു, ഗസ്റ്റുകൾക്ക് വേണ്ടി VIP, VVIP എല്ലാം ചർച്ച ഉണ്ടാവും. അന്ന് പുതുവണ്ണായി വരുന്ന മകൾ, വരനായി വരുന്ന മരുമകൻ ളുഹുർ അസർ നിസ്കരിക്കണ എത്ര കല്യാണം ഉണ്ടാവും? ഞാൻ മുവഹിദുകളോട് ചോദിക്കണേ, നമ്മളെ വീട്ടിൽ നടക്കുന്ന കല്യാണത്തിൽ എത്ര പുതുപെണ്ണും എത്ര മണവാളനും ളുഹുർ അസർ നിസ്കരിക്കുന്നുണ്ടാവും? വിശാലമായി മറ്റൊരു ക്ലാസ് പറയട്ടോ, ചോദ്യം മാത്രം പോയ സമയം എത്രയേ ഉള്ളൂ. നമ്മൾ ആലോചിച്ച് നോക്കി, അവിടെ വന്ന മുഴുവൻ ആളുകളും ബാറക്കല്ലാഹു ലക്കുമാ എന്ന് ചൊല്ലണം നമ്മൾ ആഗ്രഹിക്കാൻ. എന്താ അതിന്റെ അർത്ഥം? അല്ലാഹുവേ, ഇവർക്ക് രണ്ടുപേർക്കും നിന്റെ ബർക്കത്ത് ലഭിക്കണമേ, അനുഗ്രഹം കിട്ടണമേ എന്ന് ആളുകൾ പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചിട്ട് അവർക്ക് അനുഗ്രഹം കൊടുക്കണം എന്നല്ലേ? അതിന് മിനിമം അല്ല പറഞ്ഞത്. ആ പ്രാർത്ഥിക്കുന്നത് ആർക്ക് വേണ്ടിയാണോ അവർ മുസ്ലിമെങ്കിലും ആകണ്ടേ. മുസ്ലിം ആകണീന്റെ ഐഡന്റിറ്റി എന്താണ്? അല്ലാഹുല്ലദീ ബൈനനാ വബൈനഹുമുസ് സ്വലാ ഫമൻ തറക്കഹാ ഫഖദ് കഫറ. ളുഹുറും അസറും നിസ്കരിക്കാത്ത പുതിയണ്ണും പുതിയാപ്പിളിയും എങ്ങനെയാ കൂട്ടരെ നമ്മുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുക? അതുകൊണ്ടല്ലേ കുടുംബത്തിൽ പ്രശ്നം. നമ്മളെ വലിയ വലിയ മൗലവിമാർ നിക്കാഹ് ഖുത്ബ നടത്തുന്നു, ആളുകൾ വരുന്നു, നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ടാകുന്നു, സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു, വീഡിയോകൾ പിറ്റേ ദിവസം സോഷ്യൽ മീഡിയകളിൽ നിറയുന്നു, മില്യൺ കണക്കിന് ആളുകൾ അതിന്റെ ഫോട്ടോയെ കുറിച്ചും അതിന്റെ റിലീസിനെ കുറിച്ചും അഭിപ്രായം പറയുന്നു. കുടുംബജീവിതം തട്ടിമുട്ടിയും അഡ്ജസ്റ്റ് ചെയ്തിട്ടും പ്രശ്നങ്ങളും മധ്യസ്ഥ ശ്രമമായിട്ട് പോകുന്നു. എന്തേ കാരണം? വിവാഹത്തിന്റെ അന്ന് പോലും മുസ്ലിമായ വരനും വധുവുമാകണം എന്ന നിർബന്ധം നമ്മക്കില്ലാതായിപ്പോയി. നമ്മളെ സങ്കടാലേഖനം, ഈ സമ്മേളനത്തിൽ വരുന്ന ഖുതുബ കേൾക്കുന്ന, ക്ലാസ് കേൾക്കുന്ന, സമ്മേളനത്തിൽ വളണ്ടിയർമാരാകുന്ന നമ്മൾക്കതില്ലെങ്കിൽ ഈ ക്ലാസോ ഖുതുബയോ ജുമഅയോ QHLSO വെളിച്ചമോ സമ്മേളനങ്ങളോ ഒന്നുമില്ലാത്തവരുടെ ജീവിതം എന്തായിരിക്കും? അതുകൊണ്ട് ഒന്നാമത്തെ തീരുമാനം, ആരാധനകളിൽ നിസ്കാരം ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ ലൂത്ത് നബിയുടെയും നൂഹ് നബിയുടെയും ഭാര്യമാരെ പോലെ ആകൂല. ജീവനുണ്ടോ, ശ്വാസമുണ്ടോ, എനിക്ക് ഇസ്ലാമികമായ ശുദ്ധിയുണ്ടോ, ഞാൻ ആരെന്ത് പറഞ്ഞാലും, വാഹനത്തിലാണെങ്കിലും വിമാനത്തിലാണെങ്കിലും ഞാൻ ആശുപത്രിയിലാണെങ്കിലും ഞാൻ ഇസ്ലാം പറയുന്ന ഏതൊരു സംവിധാനത്തിലാണെങ്കിലും, സൽക്കാരമാകട്ടെ, കല്യാണമാകട്ടെ, കുട്ടികളുടെ പ്രോഗ്രാമിന് വേണ്ടി സ്കൂളിലേക്കാകട്ടെ, PTA മീറ്റിംഗിലേക്കാകട്ടെ, ഞാൻ പഞ്ചായത്തിലെ ഒരു പ്രതിനിധിയാണ്, അവിടെ മീറ്റിംഗ് ആകട്ടെ, എവിടെയായിക്കോട്ടെ, അള്ളാഹു പറഞ്ഞ നമസ്കാരത്തിൽ എനിക്ക് ആവേശത്തോടെ ആരാധന നിർവഹിക്കാൻ തയ്യാറായവളാണ് ഞാൻ എന്ന് തീരുമാനിക്കാൻ കഴിയണം. അല്ലെങ്കിലോ മാ സലഖകും ഫീ സഖർ, എന്തുകൊണ്ടാണ് ശരീരത്തിന്റെ ഓരോ രോമകൂപങ്ങളിലും 1000 വേദനയോടുകൂടി ആർത്തിരമ്പി വരുന്ന നരകത്തിന്റെ തീജ്വാലകളിൽ നിങ്ങൾ എന്തുകൊണ്ട് പെട്ടു എന്ന ചോദ്യത്തിന് നരകവാസികൾ നൽകുന്ന ഉത്തരത്തിൽ ഒന്ന്, ലന്നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിക്കണവരായിരുന്നില്ല, നിസ്കാരത്തെ പറ്റി അറിയാത്തവരല്ല, അല്ല ബാക്കിയുള്ളവർ നിസ്കരിച്ചില്ലെങ്കിൽ കളിയാക്കണോലേനി ഞങ്ങള്. പക്ഷെ ഞങ്ങളൊരു കല്യാണം വന്നപ്പോ, ഞങ്ങൾ സൽക്കാരം വന്നപ്പോ കൂട്ടുകാരൊക്കെ എന്താ പറയാ, കുടുംബക്കാരെന്താ പറയാ, ഞങ്ങൾ ടൂർ ബസ്സിൽ ഞങ്ങൾ കുടുംബസമേതം ടൂർ പോകുമ്പോൾ ഊട്ടിക്ക് പോകുമ്പോൾ ഞാനായിട്ട് ബസ് നിസ്കരിച്ചാൽ ഓലെന്താ പറയാ, ഇതിനു വേണ്ടി നിന്നു, അതുകൊണ്ടാ നരകത്തിലേക്ക് പോകേണ്ടിയെന്ന്. തീരുമാനം ഒന്ന്, ഇൻഷാ അല്ലാഹ് നിസ്കാരം ഒരിക്കലും ഒഴിവാക്കൂല എന്ന് തീരുമാനിക്കണം. രണ്ടാമത്തേത്, നമ്മൾ ഒരു ദിവസം എത്രയോ തവണ സോഷ്യൽ മീഡിയകൾ നോക്കുന്ന ആൾക്കാരാണ്. അൽഹംദുലില്ലാഹ് നല്ല കാര്യങ്ങളാണ്, കുഴപ്പമൊന്നുമില്ല, നല്ലതാണെങ്കിൽ പ്രശ്നമില്ല. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല
നമ്മൾ മണ്ണിലേക്ക് നമ്മൾ എടുത്തു വെച്ചാൽ, മരിച്ച് മണ്ണിലേക്ക് എടുത്തു വെച്ചാൽ നമ്മളോട് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്ന് മാ ഇമാമുക്ക എന്നാണ്. മാ ഇമാമുക്ക എന്നതിന്റെ അർത്ഥം എന്താണ്, എന്തിനെയാണ് നീ ദുനിയാവിൽ ഇമാമായി സ്വീകരിച്ചത് എന്നതാണ്. ഈ ചോദ്യം വളരെ പ്രധാനാട്ടോ. ഖബറിന്ന് 100% ചോദിക്കുന്ന ഉറപ്പുള്ളൊരു ചോദ്യം അള്ള പറഞ്ഞു തരാൻ ഇന്നോടും നിങ്ങളോട് ചോദിക്കും. എന്തറിയോ? മുഹമ്മദേ, ഷാഹിദേ, ഫാത്തിമ, ആയിഷ, മാ ഇമാമുക്ക, എന്തിനെയാണ് നീ ദുനിയാവിൽ ഇമാമായി സ്വീകരിച്ചത്? അതിന് സ്വർഗം കിട്ടുന്ന ഒരാളുടെ ഉത്തരം എന്താകണം? അൽ ഖുർആനു ഇമാമി, ഖുർആനാകണം, ഖുർആനാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇമാമായി സ്വീകരിച്ചത്. ഖുർആനിനെ ഇമാമായി സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹുവേ, ഖുർആൻ പറഞ്ഞ പോലെയാണ് ഞാൻ വീട് വെച്ചത്, ഖുർആൻ പറഞ്ഞ പോലെയാണ് കല്യാണം നടത്തിയത്, ഖുർആൻ പറഞ്ഞ പോലെയാണ് വേഷം ധരിച്ചത്, ഖുർആൻ പറഞ്ഞ പോലെയാണ് ഞാൻ മക്കളെ വളർത്തിയത്, ഖുർആൻ പറഞ്ഞ പോലെയാണ് ഞാൻ സമ്പത്ത് ശേഖരിച്ചത്, ഖുർആൻ പറഞ്ഞ പോലെയാണ് ഞാൻ യാത്ര പോയത്, ഖുർആൻ പറഞ്ഞ പോലെയാണ് ഞാൻ ബന്ധങ്ങൾ സ്ഥാപിച്ചത്, ഖുർആൻ നിരോധിച്ചത് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് ജീവിതം കൊണ്ട് തെളിയിക്കുന്ന ഒരാൾക്ക് പറയാൻ കിട്ടുന്ന ഉത്തരാണ് അൽ ഖുർആൻ ഇമാമി. ഓക്കെ, എങ്കിൽ ഖുർആനിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് അള്ള പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ, എങ്ങനെയാണ് വീട് കൂടൽ നടത്തേണ്ടത് എന്ന് ഖുർആൻ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ, എങ്ങനെയാണ് സമ്പാദിക്കേണ്ടത് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എങ്ങനെയാണ് കുടുംബജീവൻ നടത്തുന്നത് ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് പഠിക്കുക എന്നത് ബേസിക് കാര്യല്ലേ? അത് പഠിക്കാത്തവൻ എങ്ങനെയാണ് ഖബറിൽ അങ്ങനെ ഉത്തരം കിട്ടുക? ഒന്നുകൂടി പറയട്ടോ, അൽ ഖുർആൻ ഇമാമീൻ ഉത്തരം പറയണമെങ്കിൽ ഖുർആൻ അനുസരിച്ച് ജീവിക്കണം. ഖുർആൻ അനുസരിച്ച് ജീവിക്കണമെങ്കിൽ ഖുർആനിൽ പറഞ്ഞത് എന്താണെന്ന് അറിയണം. അള്ളാന്റെ കലാമാണല്ലോ ഖുർആൻ. ഖുർആനിൽ അള്ളാഹ് പറഞ്ഞത് എന്താണെന്ന് അത് അറിയാൻ 65, 70, 55, 45, 30 വയസ്സായിട്ട് അള്ളാഹു നമ്മളോട് സംസാരിച്ചത് ഒരു തവണ പോലും എന്താണെന്ന് അറിയാതെ ഈ ദുനിയാവിന്ന് മരിച്ചു പോണ ഒരു സഹോദരനെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കി. ബാക്കിയൊക്കെ അറിയും. ഫലസ്തീനിൽ നടക്കുന്ന അറിയണം. നമ്മുടെ നാട്ടിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് അറിയണം. നമ്മൾ നാട്ടിൽ നടക്കുന്ന പുതിയ ട്രെൻഡുകളെ കുറിച്ച്, ഉദ്ഘാടനത്തിന് വരുന്ന ആളുകളെ കുറിച്ച്, മക്കളുടെ പുതിയ സ്വഭാവങ്ങൾ ഒക്കെ അറിയും. പക്ഷെ അള്ളാഹു നമ്മളോട് വായിച്ചു നോക്കണം, പഠിക്കണം എന്ന് പറഞ്ഞ ഖുർആനിൽ അല്ല എന്താ പറഞ്ഞത് എന്ന് അറിയാതെ വരുന്നു. അതിന്റെ ഫലാണ് എന്തെന്ന് അറിയുങ്ങളെ? പർദി മഫ്തിക്കെട്ട വീടുകളിൽ നിന്ന് ഏലസ് കെട്ടുന്ന കുട്ടികളും, ഏലസ് കെട്ടുന്ന മരുമക്കളും, ഏലസ് കെട്ടുന്ന കുടുംബിനികളും ഉണ്ടായി തുടങ്ങിയത്. കയ്യുമ്മ ജനിച്ച ഒരു കുട്ടിന്റെ കഴുത്തിലോ അരയിലോ ചരട് കെട്ടുക എന്നത് അബൂജഹലിന്റെ മക്കൾക്ക് അബൂജഹൽ ചെയ്തതാണ്. നമ്മളെ കുടുംബത്തിൽ വന്നു തുടങ്ങിയില്ലേ? നമ്മളിനെ ന്യായീകരിച്ചു കൊണ്ട് തുടങ്ങിയില്ലേ? അതിന് കറുത്ത ചരടൻ ആകാൻ കാരണം എന്തേ വെള്ളച്ചരടോ പച്ചച്ചരടോ കെട്ടാത്തത്? അതിന്റെ പിന്നിൽ വിശ്വാസം ഉണ്ടായതുകൊണ്ടാണ്. ആ വിശ്വാസം നമ്മുടെ വീട്ടിലേക്ക് കയറാൻ കാരണം എന്താണ്? ഒരു തവണ പോലും ഖുർആൻ നമ്മൾ വായിച്ച് പഠിക്കാത്തതുകൊണ്ടാണ്. വായിച്ച് പഠിച്ചോ എന്താ മനസ്സിലാക്കറിയോ? ഇന്ന ശിർക ലദുൽമുൻ അളീം പഠിച്ചാൽ എന്താ മനസ്സിലാക്കറിയോ? ലോകത്തെ 10,000 മനുഷ്യരെ ഒന്നിച്ച് കൊല്ലുന്നതിനേക്കാളും ഗുരുതരാണ് ജീവിതത്തിൽ ശിർക്കിന്റെ ഒരു കണിക വരിക എന്ന് പഠിക്കുമ്പോ മാറ്റം ഉണ്ടാവും. ഞാൻ വീണ്ടും പറയണം സഹോദരിമാരെ, എങ്ങനെയാണ് സ്വത്തോഹരി വെക്കുന്നത് എങ്ങനെയാണ് എന്ന് നമ്മുടെ നാട്ടിൽ ചർച്ച വന്നോട്ടെ. എന്താ പറയാ? എനിക്കൊന്നും ഓർമ്മയുണ്ട്, നല്ല താടിയൊക്കെ വെച്ച് മഫ്തൊക്കെ ഇട്ടിട്ട് ആങ്ങള പെങ്ങന്മാര് ഒരു സ്വത്തോഹരി വെക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അവിടെ കച്ചറുണ്ടായി. എന്തേ കച്ചറന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. ആ സഹോദരിമാര് പറഞ്ഞു, ഖുർആൻ എന്ത് പറഞ്ഞു, ഹദീസ് എന്നൊന്നും എനിക്കറിയില്ല, എല്ലാവർക്കും തുല്യമായിട്ട് വീതം വെക്കണം. ഖുർആൻ നാട്ടിൽ ലേണിംഗ് ക്ലാസ് എടുക്കുകയാണ്. ലേണിംഗ് ക്ലാസ് എടുക്കുമ്പം ക്ലാസ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പം ഒരു ഉമ്മ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കെ 1 മിനിറ്റ് ഇട്ടോ എന്ന് പറഞ്ഞിട്ട് ഫോണും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. സൂറത്ത് തക്കാസുർ എടുത്തുകൊണ്ടിരുന്നിനി ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് കണ്ണക്കനെ കലങ്ങി തിരിച്ചു വന്നിരുന്നു. അപ്പോഴേക്കും ലേണിംഗ് ക്ലാസ് കഴിയാനായിരുന്നു. കഴിഞ്ഞപ്പോൾ ഞാൻ ഉമ്മയോട് ചുമ്മാ നിങ്ങൾ എന്ത് എവിടേക്കാ ഫോൺ എടുത്ത് പോയത്? എന്തെങ്കിലും കരഞ്ഞൊരു അടയാളൊക്കെ എന്ത്? ആരെങ്കിലും മരിച്ചോ, ആശുപത്രിയിലായോ? ഒന്നുമില്ല മൗലവി, ഞാൻ വാപ്പിമ്മി മരിച്ചിട്ട് 5-8 കൊല്ലയിക്കണ്. അവരുടെ സമ്പത്ത് ഓരക്കാൻ നേരത്ത് ഞങ്ങളുടെ ഭർത്താക്കന്മാർ ഞങ്ങളോട് പറഞ്ഞു, ഇക്കാക്കമാര് പറയും ഖുർആന്റെ നിയമപ്രകാരം മക്കളുടെ വിഷയത്തിൽ
നിങ്ങളുടെ ഇരട്ടിയാണ് അവർക്ക്, അത് സമ്മതിച്ചു കൊടുക്കാൻ നിൽക്കണ്ട. ഞങ്ങൾ 6-7 കൊല്ലമായിട്ട് ഞങ്ങൾ സമ്മതിക്കാത്തതിന്റെ പേരിൽ അത് വീതം വെച്ചിട്ടില്ല. പക്ഷെ നിങ്ങൾ ഇന്ന് ലേണിംഗ് ക്ലാസ്സിൽ പറഞ്ഞല്ലോ, അൽഹാക്കും മുത്തക്കാസുർ ഹത്താ സുർത്തുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂൻ സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. അള്ളാഹ് നിഷിദ്ധമാക്കിയ മാർഗത്തിലൂടെ ദുനിയാവിൽ വെട്ടിപ്പിടിച്ച് ജീവിക്കുന്ന ആൾക്കാർ ഖബർക്ക് പോണത് വരെ ഇത് ഉണ്ടാകുള്ളൂ. അല്ലെങ്കിൽ ഖബർസ്ഥാനിക്കൊന്ന് പോയി നോക്കിയാൽ മതി. അവനാന്റെ ജീവിതത്തിൽ ഒരാളുമില്ലാതെ പള്ളിക്കാട്ടിൽ ഒറ്റ കാറടി മണ്ണിൽ കിടക്കുന്നവൻ, അവനൊന്നും കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അവൻ ആർക്ക് വേണ്ടിയാണോ ഹറാമായ സമ്പത്ത് ഉണ്ടാക്കി, ആർക്ക് വേണ്ടിയാണോ ഖുർആനെതിരായിട്ട് പറമ്പ് വാങ്ങിയത്, ആർക്കെതിരായിട്ടാണോ അള്ളാഹു ഖുർആനിൽ പറഞ്ഞതിനെതിരായിട്ടും ഹറാമായ മാർഗത്തിൽ സമ്പാദിച്ചത്, ആ ഉണ്ടാക്കിയ മക്കളും പേരക്കുട്ടികളും അതുകൊണ്ട് നാട്ടിൽ കൂടെ കുതിര വിട്ട് നടക്കുകയാണ്, തോന്നിയാസായിട്ട് നടക്കുകയാണ്. ഖബർ കിടക്കുന്ന ഒരു മനുഷ്യന് അതിന്റെ ശിക്ഷയും കിട്ടുന്നു, ഒന്നും ലാഭവുമില്ല. ഇത് ക്ലാസ് പറഞ്ഞ മൗലവി ഞാൻ നേരെ ഫോൺ എടുത്തു പോയി ആങ്ങളമാർക്ക് 3 ആക്കി ഞാൻ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, കാക്ക അല്ല പറഞ്ഞ പോലെ ദീൻ പറഞ്ഞ പോലെ സ്വത്തോരിച്ചോളിട്ടോ, ഞാൻ ഇതുവരെ നിങ്ങൾക്കെതിരായി പറഞ്ഞതിന് ഞാൻ മാപ്പ് ചോദിക്കാനിട്ടോ, നിങ്ങൾ എനിക്ക് പുറത്തിറങ്ങിട്ടോ, ഞാൻ തിരിച്ചു വന്നു. ഈ മാറ്റം എങ്ങനെ ഉണ്ടാകറിയോ? ഖുർആൻ ഓതുമ്പം മാത്രം കിട്ടൂല. ഞാൻ പറഞ്ഞത് ശരിക്കും ശ്രദ്ധിക്കണം. ഓതുന്ന ഖുർആൻ പഠിക്കാൻ തയ്യാറായാൽ കിട്ടും. അതാണ് ആരാധന, അതാണ് ആരാധന. അപ്പൊ നമ്മളെ വീട്ടിൽ ഒരു മരുമകൾ വരുമ്പോ നമ്മുടെ മനസ്സിലാവും എന്താ അറിയോ, ഖുർആൻ ഏറ്റവും കൂടുതൽ പറഞ്ഞത് നീതിയാണ് എന്നത് മനസ്സിലായാൽ ഈ വരുന്നത് മരുമകളല്ല, ഈ വരുന്നത് സ്വന്തം മോളായിട്ട് പരിഗണിക്കുമ്പോഴേ എനിക്ക് സ്വർഗ്ഗമുള്ളൂ എന്നൊരു സഹോദരിക്ക് മനസ്സിലാവും. അപ്പൊ ഒരു പെൺകുട്ടി വിവാഹം കഴിഞ്ഞ് ഇക്കാക്കാന്റെ വീട്ടിൽ പോകുമ്പം ഞാൻ പോകുന്നത് അമ്മായിമ്മയുടെയും അമ്മോശൻ കാക്കാന്റെ അടുത്തേക്കല്ല, പിന്നെയോ വേറൊരു വാപ്പാന്റെയും സ്വന്തം വാപ്പാന്റെയും സ്വന്തം മാന്റെ അടുത്തേക്കാണ് പോണത് എന്ന് ഖുർആൻ പഠിക്കണ ഒരാൾക്ക് മനസ്സിലാവും. അല്ലാത്തവൻ എന്താ അറിയോ, അതിന്റെ അമ്മായിമ്മ അങ്ങനെ പറഞ്ഞു, അതിന്റെ അമ്മോശൻ കാക്ക അങ്ങനെ പറഞ്ഞു, അതിന്റെ മരോൾ അങ്ങനെ പറഞ്ഞു. അത് പറയാനുള്ള കാരണം എന്താ അറിയോ, ഖുർആൻ പഠിക്കണില്ല, ഓത മാത്രം. അപ്പൊ എന്താണ് അല്ലാഹ് പറഞ്ഞതെന്ന് അറിയണില്ല. പടച്ചോൻ എന്താ പറഞ്ഞത്? സഹോദരന്മാരെ, ഞങ്ങളെ ചുരുക്കാൻ 1 നിസ്കാരം, 2 ഖുർആൻ പഠനം, നമുക്ക് വെളിച്ചുണ്ട്, QHLS ഉണ്ട്, പഠിക്കാൻ ഒരുപാട് സംവിധാനമുണ്ട്. ആഴ്ചയിൽ 1 മണിക്കൂറാണ്. എന്തെന്നറിയോ? ഖുർആന്റെ ചോദ്യമാണ്, നിങ്ങൾ എങ്ങട്ടാ കൂട്ടരെ പോണ്? നിങ്ങൾ എങ്ങട്ടാ പോണത്? അള്ളാഹുവിന്റെ കലാം ഉടണ്ടാവും, നിങ്ങൾ എങ്ങട്ടാ പോണത്? ഇന്ന് വരെ 114 ഒരു അധ്യായത്തിന്റെ പേര് സൂറത്തു നിസാ എന്നാണ്. സ്ത്രീകൾ എന്നാണ് അധ്യായത്തിന്റെ പേര്, ഹെഡിങ് സ്ത്രീകൾ എന്നാണ്. അതുപോലും മരിക്കലിന്റെ ഇടയ്ക്ക് വായിക്കാതെ നിങ്ങൾ എങ്ങട്ടാ പോണത്? 2ാമത്തെ അധ്യായത്തിന്റെ പേര് സൂറത്തു മറിയം എന്നാണ്, നിങ്ങളുടെ പേരിലാണ്. എന്നിട്ട് എന്താണ് നിങ്ങളത് വായിക്കാതെ പോണത്? അള്ളാന്റെ ചോദ്യമാണ്. സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിൽ തീരുമാനം ഉണ്ടാണ്. നിങ്ങളും പേരക്കുട്ടികളും നിങ്ങളെ മരുമക്കളും അടക്കം ആഴ്ചയിൽ 1 മണിക്കൂർ ഖുർആൻ പഠിക്കാൻ തയ്യാറായാൽ വിപ്ലവം ഉണ്ടാവും വീട്ടിൽ. ഞാനൊരു വായനത്തിന് വേണ്ടി പറയല്ല, വിപ്ലവം. എനിക്കൊന്നും ഓർമ്മയുണ്ട്, നമ്മുടെ പള്ളിയിൽ ഇപ്പം മെമ്പറായിട്ടുള്ളൊരു കാക്കയിൽ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ഖുർആൻ പഠന ക്ലാസ്സിൽ വന്ന് പിന്നീട് അദ്ദേഹം അനുഭവം പറഞ്ഞിരുന്നു, മൗലവി ഞങ്ങൾക്ക് ഇത്ര ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു, ഞാൻ ഓരോ ആഴ്ചയും പോകും, വേലി കെട്ടിയ ഭാഗത്തിങ്ങനെ നിൽക്കും, അവിടെ അപ്പുറത്തുള്ള പറമ്പുന്ന ഒരാളുടെ ഏതെങ്കിലും ചെടിത്തൈ ഇങ്ങോട്ട് വന്നാൽ ഞാൻ ഫോം വിളിച്ചിട്ട് അയാളെ കൊണ്ട് വെട്ടിക്കും. എനിക്കിന്റെ ഓരോ സെന്റും ഓരോ ഇഞ്ച് ഭൂമിയും ഓരോ ചെടിത്തൈയും എനിക്ക് ബേജാറായിരുന്നു, കൊണ്ടുപോകുക. ഞാൻ അള്ളാന്റെ അനുഗ്രഹം കൊണ്ട് ലേണിംഗ് ക്ലാസ്സിൽ വന്ന് ഖുത്ബ കയറാൻ തുടങ്ങി. ഇന്ന് അദ്ദേഹമല്ലേ പള്ളിക്ക് വേണ്ടി 10 സെന്റ്, മദ്രസക്ക് വേണ്ടി 8 സെന്റ് ഇങ്ങോട്ട് വന്നിട്ട് തികയില്ലെങ്കിൽ വീട്ടിലേക്ക് വരാൻ വേണ്ടി പറയും. എനിക്കിപ്പോ ആഹ്ലാദാണ് മൗലവി. കാരണം ഈ സമ്പത്ത് മുഴുവൻ പടച്ചോന്റെ മാർഗത്തിൽ അങ്ങനെ കൊടുക്കുമ്പം, ഞാൻ എന്റെ ഓഫീസിൽ ജോലി ചെയ്യുമ്പോഴും 100 ആളുകൾ ഞാൻ കൊടുത്ത പള്ളിക്ക് നിസ്കരിക്കുന്ന കൂലിണ്ടാകുമല്ലോ എന്നെനിക്ക് ആലോചിക്കുമ്പം ഉറക്കം കിട്ടുന്നുണ്ട്, സന്തോഷം കിട്ടുന്നുണ്ട്, മരിക്കാൻ പേടില്ലാത്ത അവസ്ഥ കിട്ടുന്നുണ്ട്. സഹോദരിമാരെ, നമുക്ക് എന്താ ബേജാറ്? ഞാൻ ചോദിക്കാം, നമുക്ക് എന്തുകൊണ്ടാ ബേജാറ്? നമ്മൾ മരിച്ചാൽ കുട്ടികളുടെ അവസ്ഥ എന്താകും? കുട്ടികളുടെ അവസ്ഥ നമ്മളോട് നോക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ. ജീവിച്ചിരിക്കുന്ന കാലഘട്ടം നല്ലപോലെ നോക്കിയാൽ ബാക്കി അള്ളാഹ് നോക്കും. ബേജാറുണ്ടാകാൻ എന്താ അറിയോ? നമ്മളാണ് അവരെ നിയന്ത്രിക്കുന്നത് എന്ന് നമ്മൾക്ക് തോന്നിയതുകൊണ്ടാണ്. ഖുർആൻ പഠിക്കാൻ തുടങ്ങണം, വീടുകളിൽ മാറ്റം ഉണ്ടാകണം. 2ാമത്തെ കാര്യം ഞാൻ അവസാനിപ്പിക്കുന്നത്, അടുത്തൊരു ഭാഗം കൂടി നമ്മുടെ മനസ്സിലേക്ക് വരണം. അതെന്താണ്? ഇൽമ് കിട്ടുന്ന, അറിവ് കിട്ടുന്ന ഒരു സമയവും സഹോദരിമാരെ നിങ്ങൾ നിസ്സാരമായി കാണരുത്.
ഞാൻ ബോധപൂർവം പറയാണ്, ജുമുഅ നിസ്കാരം, ജുമുഅ ഖുതുബ നിങ്ങൾക്ക് ഇസ്ലാമികമായി പ്രതിഫലാർഹമായ കാര്യമാണ്, അല്ലാതെ ഫർളല്ല. പക്ഷേ ഞാൻ എൻ്റെ ഒരു സന്തോഷത്തിനും നല്ലൊരു നീയത്തും വെച്ചിട്ട് പറയാൻ, ഇവിടെ കൂടി ഒരാളും ജുമുഅക്ക് ദയവ് ചെയ്തിട്ട് ബോധപൂർവം നഷ്ടപ്പെടുത്തരുത്. എന്തുകൊണ്ട്? നിങ്ങളുടെ ഭർത്താവിന് 5 നേരവും പള്ളിക്ക് പോകാൻ അവസരമുണ്ട്. പള്ളി കമ്മിറ്റിയിൽ അയാൾ മെമ്പറാണ്, മദ്രസ കമ്മിറ്റിയിൽ മെമ്പറാണ്, ആ പള്ളിയുമായി ബന്ധപ്പെട്ട എല്ലാ സംഗതി അദ്ദേഹം ഉണ്ട്. എന്നിട്ട് അള്ളാഹ് പറയാൻ, അരസിന്റെ തണൽ കിട്ടുന്ന 7 വിഭാഗത്തിൽ ഖൽബുഹു മുഅല്ലഖത്തുൻ ബിൽ മസാജിദ്, ഹൃദയം, ഞാനിത് സഹോദരിമാരോട് പറയുന്നത്, സഹോദരിമാരെ, ഹൃദയം പള്ളിയുമായി കൊളുത്തിയിട്ടവർക്കാണ് അരസിന്റെ തണൽ. അത് ആണുങ്ങൾക്ക് മാത്രമല്ല, എങ്ങൾക്കും കിട്ടണം. ആണുങ്ങൾക്ക് മാത്രമല്ല അരസിന്റെ തണൽ കിട്ടുന്ന 7 ആളുകൾ, 7 എണ്ണത്തിൽ 6 എണ്ണം ആണുങ്ങളും 1 സ്ത്രീകളും എന്നല്ല, അതിൽ നിങ്ങളുണ്ടാകണം. നിങ്ങൾ ജുമുഅക്ക് പോകണം, ഉറപ്പായിട്ടും പോകണം. എന്തുകൊണ്ട്? അൽ ജുമുഅത്തു ഇലാ ജുമുഅ മുകഫറാത്തുൻ മാ ബൈനഹുന്ന. ഞാൻ, എൻ്റെ വാപ്പ, എൻ്റെ അമ്മ, എൻ്റെ ഭാര്യ, 4 ആളുകൾ ഒരാഴ്ച വെള്ളിയാഴ്ച പള്ളിയിൽ പോയി. പിറ്റത്തെ വെള്ളിയാഴ്ച ഞാനും എൻ്റെ വാപ്പയും എൻ്റെ അമ്മയും പോയി, എൻ്റെ ഭാര്യ പോയില്ല. കുറ്റൊന്നുമില്ല, കാരണം ഇസ്ലാമികമായി സുന്നത്താണുള്ളൂ. പക്ഷേ എന്റെയും ബാപ്പയുടെയും ഉമ്മയുടെയും അള്ള സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഒരാഴ്ചത്തെ പാപങ്ങൾ മുഴുവൻ അള്ള പൊറുക്കും. എൻ്റെ ഭാര്യത് പെൻഡിങ് ആയി നിൽക്കും. ഓരോ ജുമഅയും ഒരാഴ്ചയിലെ പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി അള്ള തന്നതാണ്, മറക്കരുത്. നിങ്ങൾ എവിടെയാണോ തൊട്ടടുത്തുള്ള പള്ളി, ഇക്കാക്കണ്ട് 50 റുപ്യ വാങ്ങുക, ഓട്ടോറിക്ഷയിലാണെങ്കിൽ ഓട്ടോറിക്ഷയിൽ പോകുക, ജുമഅ മുടക്കരുത്. വീട്ടിൽ അതനുസരിച്ച് മാറ്റം ഉണ്ടാകും. അവസാനിപ്പിക്കുന്നു, 5 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കുന്നു. സഹോദരിമാരെ, ദീനിയായി ആരാധനകൾ നമ്മൾക്ക് ആവേശമുണ്ടാകുമ്പോഴും ഹറാമായ കാര്യത്തിൽ നിന്ന് പൂർണ്ണമായും ബോധപൂർവം നമ്മൾ മാറിക്കുക. പരിശുദ്ധ ഖുർആനിലെ ആയത്ത് വിശ്വാസികൾ ആരാണ് എന്നും അള്ളാഹ് ആർക്കാണ് പുറത്തെടുക്കുക എന്നും പറഞ്ഞെടുത്ത് ഖുർആനിന്റെ ഒരു പ്രയോഗമുണ്ട്. അവരാരാണെന്നറിയോ? അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടത്, അള്ളാഹുവിന്റെ വാക്ക്, അവർ വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ, അറിഞ്ഞുകൊണ്ട് അള്ളാഹ് നിരോധിച്ചൊരു പാപത്തിൽ അവർ ഉറച്ചു നിൽക്കാത്തവരാണ്. എന്താ അറിഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞാൽ? എന്താണ് അറിഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞാൽ? ഇപ്പൊ നമ്മൾ ഒരു വീട് കയറ്റുന്നു, അവിടെ ഇക്കാക്കവരാണ്, നോക്ക്, നമുക്ക് മെല്ലെ മെല്ലെ ഉള്ള പോലെ കയറ്റാം, അതിൽ ഹറാമായൊരു പൈസ ഉണ്ടാകരുത് കേട്ടോ നമ്മുടെ തീരുമാനം. അവിടെ ഉമ്മമാരെ നിങ്ങൾ പറയരുത്, എന്തറിയോ, ലോണ് കൊണ്ട് വീടേറ്റാലും പ്രശ്നമല്ല കാക്ക, പലിശ കൊണ്ട് വീടേറ്റാലും പ്രശ്നമല്ല കാക്ക, എങ്ങനെയെങ്കിലും വീടായാ മതി കാക്ക, അനിയനൊക്കെ വീടായില്ലേ, പെങ്ങക്ക് വീടായില്ലേ, ഇന്റെ അനിയത്തിക്ക് വീടായില്ലേ, അതുകൊണ്ട് വണ്ടിയും വാഹനവും ഫോണും എന്തായിക്കോട്ടെ, പച്ചപ്പലിശ കൊണ്ടും വട്ടിപ്പലിശ കൊണ്ടും വാങ്ങിക്കോളൂ, എന്നാലും പ്രശ്നമില്ല എന്ന് പറയുന്ന സഹോദരിമാർ അല്ല MGMന്റെ സഹോദരിമാരാകേണ്ടത്. നിങ്ങൾക്ക് ബോധ്യം ഉണ്ടാകണം. കാക്ക നിർബന്ധിച്ചാലും 7 വൻപാപങ്ങളിൽ ഒന്നായ പലിശ നിങ്ങളുടെ സംസാരം കൊണ്ടും നിങ്ങളുടെ പെരുമാറ്റം കൊണ്ടും വീട്ടിൽ കയറരുത് എന്ന് ബോധ്യം നിങ്ങൾക്കുണ്ടാകണം. 2, അവിഹിതമായ ബന്ധം ഒരിക്കൽ പോലും, ഞാൻ വിശാലമായി പറയേണ്ട കാര്യട്ടോ, എങ്കിലും പറയാൻ സഹോദരിമാരെ, പുതിയ കാലാണ്, 96 ബാച്ച് 98 ബാച്ച് പറഞ്ഞിട്ട് ഓരോ ബാച്ച് കൂടെ, ഞാൻ അതിന് കുറ്റമല്ല പറയണേ. പിന്നെ ഓൽക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാകുക, എന്നിട്ട് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ അവനാ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഇട്ടാണ്ട് അവർക്കിടയിൽ പിന്നെ സംഭാഷണം ഉണ്ടാകുക, എന്നിട്ട് ടൂർ കമ്മിറ്റി ഉണ്ടാക്കുക, എന്നിട്ട് ഭർത്താവിന്റെയും മക്കളുടെയും ഭർത്താവിന്റെ വാപ്പാന്റെ ഇമ്മാന്റെ കാര്യം ചെയ്യാൻ ഊരവേദനയുള്ള മൈമൂനയും നടക്കാൻ പ്രയാസമുള്ള ഫാത്തിമയും നടക്കുമ്പോത്തിന് കിതക്കുന്ന ഖദീജയൊക്കെ കാണാം ടൂർ കമ്മിറ്റിന്റെ ചെയർമാനായിട്ട് ഊട്ടിക്കൊന്നു കഴിഞ്ഞ് മൈസൂരിക്ക് അടുത്ത ട്രിപ്പിന്റെ ചെയർമാനാകുന്നത്. അത് അള്ളാഹ്ക്ക് ശരിക്കറിയാം. അതുവഴി ഒരു തോന്നിയാസം ഉണ്ടാകരുത്, ഹറാം ഉണ്ടാകരുത്. അവിഹിത ബന്ധമുണ്ടായാൽ കുടുംബം തകരും, ദീനും തകരും, ജീവിതം തകരും, സ്വർഗ്ഗം പോവുകയും ചെയ്യും. വിശാലമായി വീണ്ടും സംസാരിക്കുക പിന്നീട്. ഒരിക്കലുമില്ല നിങ്ങളിങ്ങനെ കുട്ടികൾ വരുമ്പോൾ നമ്മൾ ഫോൺ ഇങ്ങനെ കട്ടാക്കിയാൽ എൻ്റെ കുട്ടിക്ക് മനസ്സിലാകും ഞാൻ വരുമ്പോൾ വാപ്പിമ്മയും ഫോൺ കട്ടാക്കുന്നത് എന്തിനാണ്. ആ കുട്ടിക്ക് ആരും പറഞ്ഞു കൊടുക്കണ്ട. നമ്മളെ കുട്ടി വാട്സപ്പ് നോക്കുമ്പോൾ എവിടെങ്കിലും തുടർച്ചയായി ഡിലീറ്റ് ചെയ്ത മെസ്സേജ് കണ്ടാൽ ആ കുട്ടിക്കറിയാം ഉമ്മ ആരോടാണ് ചാറ്റ് ചെയ്യുന്നത്. ഒരിക്കലും പിന്നെ ആ കുട്ടിന്റെ മനസ്സിൽ ഉമ്മയായിട്ട് നമ്മൾ ഉണ്ടാകൂല. ശ്രദ്ധിക്കുക. അവസാനിപ്പിക്കുന്നു സഹോദരിമാരെ, നമ്മളെ ദീൻ നമ്മൾക്ക് കേൾക്കുന്ന ക്ലാസ് ഒക്കെ അല്ലേ, ഇതിനേക്കാളും സഹോദരിമാർ പുറത്തുണ്ട്. നൂല് കെട്ടുന്നവർ, ഐക്കല്ല് കെട്ടുന്നവർ, ഏലസ് കെട്ടുന്നവർ, ഖബറിങ്ങ പോകുന്നവർ, ഭർത്താവിനോട് ധിക്കാരം കാണിക്കുന്നവർ, തോന്നിയാസിയായി ജീവിക്കുന്നവർ, അറിവ് കിട്ടാത്തവർ, അവർക്കിടയിൽ എത്തിക്കാൻ MGMന്റെയും സ്റ്റുഡൻസ് വിങ്ങിന്റെയും ധീരരായ പ്രവർത്തകമാരായിട്ട് നിങ്ങൾ മാറണം. വെളിച്ചത്തിന്റെ കോപ്പിയുമായി, QHLSന്റെ കോപ്പിയുമായി, നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ആദർശത്തിന്റെ പ്രോഗ്രാമിന്റെ നോട്ടീസുമായി ഓരോ വീട്ടിൽ കൂടി കയറിറങ്ങിയാൽ ഒരു വീട്ടിൽ നിന്ന് ഒരു സഹോദരി എങ്ങാനും
നമ്മുടെ ക്ലാസ്സിന് വന്നാൽ അവർക്ക് ഹിദായത്ത് കിട്ടിയാൽ ആകാശവും ഭൂമിയും അതിനിടയിലുള്ളത് മുഴുവനും നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്നതിനേക്കാളും വലിയ കൂലിയാണ്. ഒരു തടസ്സവും ഒരു മടി ഉണ്ടാണ്ട, ഒരു നോട്ടീസോ ഒരു CD-യായി ഓരോ വീടുകളുടെയും കയറി ഇറങ്ങുക, ആൾക്കാർക്ക് ദീനെത്തിക്കുക. ബല്ലിഗു വലോ ബിആയ, ഒരായത്തെങ്കിലും മരിക്കുന്നതിന് മുന്നേ ഒരാൾക്ക് എത്തിക്കുക. അതിന് ഈ പ്രസ്ഥാനത്തെ ആദർശത്തോട് ചേർത്ത് പിടിക്കുക, നെഞ്ചോട് ചേർത്ത് പിടിക്കുക. പ്രസ്ഥാനത്തിന്റെ വിവിധങ്ങളായ പ്രവർത്തനങ്ങളിൽ നമ്മുടെ ശാഖകളിൽ ഈ സമ്മേളനം കൊണ്ട് രൂപീകൃതമാകണം. നമ്മൾ ഇവിടെ നിന്ന് പോയി നമ്മുടെ ശാഖയിൽ MGM ഉണ്ടാകാതെക്കരുത്, സ്റ്റുഡൻസ് വിങ് ഉണ്ടാകാതെക്കരുത്. നമ്മൾ പോയി MGM ഉണ്ടാകുക, ഒരാൾ മതി, ഒറ്റാൾ മതി. വെളിച്ചത്തിന്റെ 10 കോപ്പി കൊടുക്കാൻ, QHLS നടത്താൻ ഒരു ഫാത്തിമാത്ത മതി, ഒരു ഖദീജാത്ത മതി. അത് നിങ്ങളാകണം എന്ന് തീരുമാനം നിങ്ങൾക്കുണ്ടായാൽ ബാക്കി അള്ളാഹു പിന്നീട് തരും. നമ്മൾക്ക് മക്കളായി പേരക്കുട്ടികളായി നമ്മൾ വഴി ആ നാട്ടിൽ ഹിദായത്തിന്റെ പള്ളികൾ ഉണ്ടാകും, മദ്രസകൾ ഉണ്ടാകും, സ്ഥാപനങ്ങൾ ഉണ്ടാകും. ഭാവിയിൽ ആയിരക്കണക്കിന് മനുഷ്യർ നമ്മൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സമ്മേളനത്തിന് ക്ഷണിച്ച സംഘാടകർക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് ഇത്രയും നേരം ശ്രവിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും അള്ളാഹുവിന്റെ ഖൈറും ബർക്കത്തും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സുബ്ഹാനക്കല്ലാഹി ബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.